ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനെന്ന് അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള ചേച്ചിയുടെ പെരുമാറ്റം ഉണ്ടല്ലോ, സമ്മതിക്കണം. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു? അധികം വർത്താനൊന്നും പറയണ്ട, ഒരേക്ക് ചായടാ നോക്ക്. എനിക്കേ സൗകര്യമില്ല, വേണമെങ്കിൽ തന്നെത്താൻ ഉണ്ടാക്കി കുടിച്ചാ മതി. ഞാനൂലും തലപൊക്കി തുടങ്ങി. ഇവളെന്റെ അനിയത്തി തന്നെയാണോ? അപ്പൊ ഇവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചോ അല്ലേ? ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞൊന്നും നിന്റെ തലേ കയറിയില്ലേ? എനിക്ക് പോയേ പറ്റൂ. ഇനിയെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേക്ക്. തീരുമാനിച്ചുറപ്പിച്ചതിനെ കുറിച്ച് പിന്നെ ആവർത്തിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാനത് സമ്മതിക്കില്ല. എനിക്ക് നിഷേധിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സച്ചിൻ എന്തേ കാണിക്കുന്നേ? താൻ ഇങ്ങോട്ട് പോകുന്നോ അങ്ങോട്ടേക്ക് ഞാനും വരുന്നു. ഭാര്യ വീട്ടിൽ കുറച്ചുനാൾ കഴിഞ്ഞെന്ന് വെച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഒരുമിച്ച് ഇവിടെ നടങ്ങാം. അബദ്ധം പറയല്ലേ സച്ചേട്ടാ, ജോത്സ്യം പറഞ്ഞത് മറന്നോ? പിന്നെ അത് വിശ്വസിച്ചിട്ടാണല്ലോ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നേ. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും ഇനിയും സംഭവിക്കുന്നതൊക്കെ വീണ്ടും നമ്മുടെ കുഞ്ഞിന്റെ തലയിൽ ആരോപിക്കപ്പെടും. അത് വേണ്ട. നമ്മുടെ കുഞ്ഞ് ഈ വീടിന്റെ ഭാഗ്യമാണെന്ന് തെളിയുന്നൊരു ദിവസം വരും. അന്ന് ഞാൻ മടങ്ങി വന്നോളാം. സമ്മതിച്ചു. അതുവരെ നമുക്ക് ഒരുമിച്ച് വൃന്ദാവനത്തിൽ കഴിയാം. അത് നടക്കില്ല. സച്ചിൻ എന്റെ കൂടെ ഇറങ്ങി വരാൻ പറ്റില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ഭർത്താവിനെ വിളിച്ചിറക്കിക്കൊണ്ട് പടിയിറങ്ങുന്നവൾ എന്ന പേരുദോഷം എന്റെ തലയിൽ കെട്ടിവെച്ച് തരില്ലെന്ന്. സച്ചിൻ എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇല്ല, ഇക്കാര്യത്തിൽ എനിക്ക് തീരെ മനസ്സിലാവില്ല. സച്ചേട്ടാ, ഞാൻ ആകെ സമനില തെറ്റി നിൽക്കാം. ഭാര്യ വീട്ടിൽ വന്ന് കഴിയുന്നത് സച്ചേട്ടന് വലിയ അന്തസ്സായിരിക്കും. പക്ഷെ എന്റെ ഭർത്താവ് എന്റെ വീട്ടിൽ വിരുന്നുകാരനായിട്ടല്ലാതെ സ്ഥിരതാമസക്കാരനായിട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല. ഭാര്യ വീട്ടിൽ 10 ദിവസം പരമസുഖം, അത് കഴിഞ്ഞ പട്ടിക്ക് സമം എന്ന് കേട്ടിട്ടില്ലേ? അവിടെ ആരെങ്കിലും സച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാ എന്തായിരിക്കും അവസ്ഥ? എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞിനു വേണ്ടി ഈ വീടും ഇവിടെ ഉള്ളവരും ആഗ്രഹിക്കുന്നൊരു ദിവസം വരും. അന്ന് ഞാൻ അഭിമാനത്തോടെ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. അതുവരെ സച്ചേട്ടൻ ദയവ് ചെയ്ത് എന്റെ പിന്നാലെ വരരുത്. ഞാൻ നന്ദേണ്ണൊന്ന് കണ്ടിട്ട് വരാം. അർച്ചന,